ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. പനിയാണ്. അപ്പോൾ നമ്മൾ 2-3 സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഉയ്യോ, ഫെറാറി എടുക്കാൻ മറന്നു. ഫെറാറി മേടിക്കാമായിരുന്നു ഗൈസ്. ഏറ്റവും സ്പീഡ് കൂടി നമ്മൾ ബൂസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് മറ്റേ ലംബോർഗിനിക്കകത്ത്. ഞാനിപ്പോൾ ഫെറാറി മേടിക്കാൻ പോകണം ഗൈസ്. അപ്പം മച്ചന്മാരെ നമ്മൾ ഫെറാറി എടുത്തു. സ്പീഡ് കാണിച്ചു തരാമേ. കൊണ്ട് പുറകിൽ നിന്ന് തീയൊക്കെ വരും, നിൽക്കത്തില്ല. ഇതിങ്ങനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാ. കണ്ടോ, അത് ഞാൻ മനഃപൂർവ്വം ഇടിച്ചതല്ല. നമുക്ക് സ്പീഡ് ഇതുകൊണ്ടോ, സ്പീഡ് ഭയങ്കരമാണ്. പോലീസ് കിട്ടി തന്നെ സീനാകും കേട്ടോ ഗൈസ്. കാരണം മറ്റേ വണ്ടി മോഡിഫിക്കേഷനാണ്, അതുകൊണ്ട് ഭയങ്കര സീനാകും. കണ്ടോ ഗൈസ്, വണ്ടിയൊന്നും നിൽക്കുന്നില്ല. അവിടെ പിടിച്ച് ഇവിടെ വന്നിട്ടാണ് നിന്നേ. കണ്ടോ തീരുമാനം. ഭാഗ്യം പോലീസ് കേസ് പോയി. കാറ് പൊളിയല്ലേ ഗൈസ്. അപ്പം നമുക്ക് ഇച്ചിരി സീനൊക്കെ ആക്കിയല്ലേ. അതായത് ലംബോർഗിനി അടുത്തൊരു ഷോയ്ക്ക് പോയിരുന്നു. ഗൈസ്, അടിച്ചടിച്ച് കേട്ടോ. ഷോറൂം മൊത്തം സൂപ്പർ കാർസ്, നല്ല കാടിയല്ലേ. നമുക്ക് ലംബോർഗിനി എടുത്ത് ഇച്ചിരി ഡാർക്ക് സീൻ ഉണ്ടാക്കാം അല്ലേ. എന്താ കാർ, അതിൻ്റെ ബൂസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഇത് രജിസ്റ്റേർഡൊന്നും അല്ല, പിന്നെ വലുതൊന്നുമില്ല. നമ്മൾ പോലീസല്ലേ. ഡിസ്മിസ് കിട്ടിയായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് ചമ്പച്ചേട്ടൻ്റെ പരമാവധി നോക്കി, പക്ഷെ അത് കിട്ടിയില്ല. കണ്ടോ ഗൈസ്, കണ്ടോ ഒരു ബൂസ്റ്റും കൂടി ഇട്ടൊന്ന് ആലോചിക്കേ. കണ്ടോ, നമുക്കൊന്ന് കത്തിച്ച് നോക്കാമേ. ഇപ്പോൾ ഒരു സ്മൂത്തായി വരും ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ. ഇതാണ് അമ്മോ, വണ്ടി കൺട്രോൾ ചെയ്യടാ. വണ്ടി കൺട്രോൾ ചെയ്യാൻ പോടാ. എൻ്റെ അമ്മ ഇടിച്ച് മോനെ പിടിച്ച്. എൻ്റെ അമ്മ പോലീസ് വരുന്നത്. എടാ വണ്ടിയും കണ്ട് നിർത്തേണ്ട ഒരു സ്ഥലം ബ്രേക്ക് കിട്ടോ. ഇത് കൊലക്കേസ് വരെയല്ല, ഇത് വണ്ടി മോഡിഫിക്കേഷനാ. സാറേ സമ്മതിച്ച് കൊണ്ടുവച്ചു മോനെ. ശരി സാറേ. ശരി ഗൈസ്, പിടിച്ച് മരിക്ക കൊണ്ടുപോടാ ഗൈസ്. അപ്പം നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ സീനാവും. നമുക്ക് എങ്ങനെയെങ്കിലും രാത്രി ഒന്ന് എടുക്കാമെന്ന് എൻ്റെ പ്ലാൻ. വലിയ കഴപ്പായിരുന്നു എനിക്ക്. കണ്ടോ, പോലീസ് കൊലക്കേസും ഉണ്ട്. ശരി സാർ. കണ്ടോ, കാർ ഇവിടെ ഇട്ടിട്ട് പോകാൻ 5 സ്റ്റാർ ഗൈസ്. കണ്ടോ, അയ്യോ അതെന്ത് മോഡിഫിക്കേഷൻ കാറ്. സാറേ സോറി സാറേ. ഗൈസ് ഇന്നുവിലും വന്ന് നമുക്ക് വണ്ടി എടുക്കും. ഇപ്പം പോലീസ് വണ്ടി ആണെങ്കിൽ പോലീസ് വണ്ടി എന്തും. സോറി സാർ. ഗൈസ് ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞു വരുന്നു ഗൈസ്. നമുക്ക് സൈലൻസ് ഓഫാക്കാം. നമുക്ക് എടുക്കാൻ പോകാം ഗൈസ്. അതിനൊക്കെ എൻ്റെ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ പ്ലാനില്ല. എങ്ങനെയെങ്കിലും ഇപ്പോൾ വാണ്ടിട്ട് കളാം, എന്നിട്ട് മതി പ്ലാനൊക്കെ കിട്ടുന്ന കാര്യം. അപ്പോൾ നമ്മൾ വാണ്ടിട്ട് കളഞ്ഞിട്ട് വരാം ഗൈസ്. അപ്പോൾ വാണ്ടഡ് സ്റ്റാർ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇവിടെ ഒരു വണ്ടി വീണാൽ സീനാവും. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തിരിച്ച് വണ്ടി കൊടുക്കാനുള്ള വീണ്ടും അടിപൊളി. ഇനി വീണ്ടും കേസ് സാരല്ല, നമ്മൾ പോലീസ് സ്റ്റേഷൻ എത്തുമ്പോഴേക്ക് പോയിക്കോളും. നമുക്ക് നൈസായിട്ട് അങ്ങ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം ഗൈസ്. നമ്മളിതിപ്പോൾ 4ാമത്തെ കൊലയാണ്. ഇങ്ങനെ ഇടിച്ചങ്ങ് കയറ്റ് ഗൈസ്. ഓവർ റോഡ്. എന്തായാലും സീനായി. വണ്ടി ചോദിച്ചാൽ കിട്ടുമോയെന്ന് അറിയത്തില്ല. ചിലപ്പം കിട്ടുമായിരിക്കും, നമുക്ക് അറിയാവുന്ന സാറൊക്കെ ആണല്ലോ. ചൊമ്മോ, ഇത് വണ്ടി ഒന്നും കൈ നിൽക്കണമില്ല ഗൈസ്. ഈ പോലീസ് വണ്ടി എന്ന് വെച്ചാൽ എന്താ സ്പീഡ്. നമുക്ക് ഫെറാറി വരെ മണ്ടേ കൂടെ കളിച്ച് കേട്ടോ അറിയാം. ഈ പണ്ടാരം വണ്ടിയാണോ ഒരു സീൻ. എന്തുവാ ഗൈസ്. മയിര് ഇതെന്ത് കയറണമില്ല ഗൈസ്. ഞാനെന്ത് നിങ്ങൾക്ക് ഗൈസ്. ഓക്കെ കേസ് പോയി. അപ്പോൾ നമുക്ക് നേരെ സ്ഥലത്തേക്ക് പോവാം. എങ്ങോട്ട്? ഇത് സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ലൈക്ക് ആൻഡ് സബ് ചെയ്യാത്ത കുണ്ണാൾക്ക് തന്തയില്ല, അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതൊരു കുണ്ണയാണെങ്കിലും അവന് തന്തയില്ല മയിര്. അടിപൊളി. അനിയൻ ലൈക്ക് ചെയ്തില്ല, അപ്പോൾ അവന് തന്തയില്ല. യു ഷിറ്റ്. എൻ്റെ അമ്മോ, അവൻ കൂതറച്ചെറി. എൻ്റെ അമ്മ എന്തോടെ പറയണേ. ഞാൻ നിൻ്റെ ചേട്ടനാടാ. അത് പറഞ്ഞാണ് ഞാൻ കേട്ട കുണ്ണ തന്ത താലോലി മോനെന്ന്.
ഗൈസ് കണ്ണിന് വെള്ളം വരുന്നു. ഇപ്പം പറഞ്ഞു കേട്ടിട്ടല്ലേ കേട്ടോ പനിയാ. ഇപ്പം ഇവിടെ ഞാൻ എത്രാമത്തെ തവണ ഈ കോണച്ചാൻ പനിയാ പനിയാന്ന് പറയുന്ന മൈരൻ കേട്ടോടാ. 100 നിന്റെ ബാപ്പ കൊണ്ട് ചോദിച്ചോ. നമുക്ക് നോക്കാം ഗൈസ്. ലോറിന് ഇടിച്ചു. ഈ മയിര് ലോറിക്കാരൻ അണ്ണാക്കി കയറ്റി വന്നാ പറ്റത്തുള്ളൂ. മയിര് കുണ്ടാ നടന്നു. നമുക്ക് മൊണ്ട ഇടിച്ചു കയറ്റണം മയിരിൻ്റെ ഒക്കെ. ഇവന്മാർക്കൊക്കെ കടിയോ ഇവളോ ഓടെ കേസ് ആസില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ലൂസനും ചെയ്തിട്ട് വരാം. ഇത് മൊത്തം കേസാണെന്നാ കേസ്. എന്ത് ചെയ്യാനാ? ഇത് ഒട്ടും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 5ാമത് സത്യം. ഇതൊക്കെ എനിക്ക് കറക്റ്റ് കർവടിക്ക് അറിയാം. പക്ഷെ ഒരിക്കലും BMW ലംബോർഗിനി ഒന്നും എനിക്ക് ഒട്ടിക്കാൻ കഴിയത്തില്ല. GTR പിന്നെ കൈ നിൽക്കൂല്ലോ. അങ്ങ് ഇനിയങ്ങ് ഓടെ ചേർക്കാൻ. ഫെറാറി ഞാനിട്ട് അടിക്കാൻ നോക്കിയിട്ടില്ല. അപ്പുറത്തെ പറമ്പിൽ പിന്നെ ഫെറാറി ഫെറാറി നമ്മൾ ആരും കണ്ട് ഇത് കേട്ടോ. നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ ചോദിച്ചു നോക്കാം. നമ്മുടെ ഫെറാറി ഇവിടെ ഉണ്ട്. അതേ അവർ തൂക്കിയിട്ടോ ഇല്ല. ലംബോർഗിനി ഉണ്ട്. കഥ തുറന്നു പുണ്ടച്ചി മക്കളെ. സാറേ എൻ്റെ വണ്ടി തരാൻ പറ്റുമോ? എൻ്റെ കൊണ്ടോ എന്ത് എടാ നീ എൻ്റെ പേര് 6 കൊലക്കേസ്, പിന്നെ ആ മോഡിഫിക്കേഷൻ വണ്ടി, പിന്നെ അവിടെ നിന്ന് വണ്ടി അടിച്ചു മാറ്റി പൈസ കൊടുത്തൊക്കെ ചെയ്തു. പിന്നെ നീ അവിടെ നിന്ന് 8 വണ്ടി അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇത്രയും കേസ് എനിക്ക് അവിടെ നിന്ന് ഒരു ജാമ്യമില്ല. പിന്നെ പോലീസ് ഈ കൊലപാതകം കേസ് തന്നെ എങ്ങനെയൊക്കെ ഉപേക്ഷിച്ചു വിട്ടത് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോഴാണ് അവൻ്റെ ഒടുക്കത്തെ അടുത്ത ഇത് ഒരു ഇതാ മോനെ നീ പൊക്കോ. സാറേ കഷ്ടമുണ്ട് സാറേ. കാശ് കൊടുത്ത് മേടിച്ചാ. അല്ല നിൻ്റെ ഒക്കെ അപ്പൻ്റെ കടി പോലെ നീ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കിയിട്ട് മേടിച്ചെന്ന് പറഞ്ഞാൽ നീ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? നീ കിടന്ന് ഉണ്ടാക്കാതെ പോടാം മയിലേ. നീ ജോൺ സാറിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങടാ. ജോൺ സാർ അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം? ഇറങ്ങടാ. ഇറങ്ങാൻ മനസ്സിലാക്കി. നീ എന്ത് ഇടിച്ചു കൂട്ടുമായി നിന്നെ ഞാനൊന്ന് പറയും. നീ നിൽക്കണം. നിന്നെ ഞാൻ കൊല്ലൂടാ. നീ ആരാടാ കൊടുത്ത് ഉണ്ടാക്കിനെ ഇവിടെ കൊല്ല പുറച്ചാണ്ടി മോനെ. നീ എൻ്റെ പേര് കേസ് പറയും. എന്ത് വേണമെങ്കിലും കേട്ടിക്കോടാ. ഇപ്പൊ അവനെ കൊന്നു അടിച്ചു കൊന്നു. ഈ മയിരന്മാർ ഇവിടെ നിന്ന് മാറിയാൽ എനിക്ക് പോകാൻ പറ്റില്ല. കേസ് മൊത്തം ടഫായിട്ടിരിക്കും. അപ്പം നമുക്ക് ജാമ്യം കിട്ടാൻ കുറച്ച് ടഫാണ്. യെസ് വി കൺ ട്രൈ. നമുക്കിപ്പോൾ കേസ് ലൂസ് ചെയ്യണം. എന്നിട്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടിയൊക്കെ എടുക്കണം. നമ്മളിന്ന് ഗണ്ണൊന്നും കൊണ്ടുപോയില്ല. എന്തിൻ്റെ ഇതായിരുന്നു. ഇന്ന് ശമ്പുച്ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞാൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ ശാപം ഉണ്ടാവും. ഈ മര്യാദയ്ക്ക് കണ്ണു കൊണ്ടുപോയി. എനിക്ക് ഭയങ്കര കടി. ഞാൻ കണ്ണു കൊണ്ടുപോയില്ല. അപ്പം ഞാൻ കണ്ണു കൊണ്ടുപോയില്ല. അതുകൊണ്ട് ഭയങ്കര സീനായി. ഇതിപ്പം കണ്ണുണ്ടായിരുന്നതിനകത്തൊരു ചുട്ടെടുക്കായിരുന്നു. നമുക്കിപ്പോൾ എന്ത് ചെയ്യാനാ? ഇങ്ങനെയെങ്കിലും ഈ കേസൊന്നും ഗൈസ് അങ്ങനെ വീട്ടിലെത്തി ഗൈസ്. അപ്പം നമുക്ക് ശമ്പുച്ചേട്ടനോട് നടന്ന കാര്യമൊക്കെ പറയാം. പനി ആയതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല ഗൈസ്. ഷിൻചാനൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞ. പക്ഷേ എന്ത് ചെയ്യാൻ എനിക്ക് അവൻ വന്നാൽ ഭയങ്കര തൊല്ലിയാണ് ഷിൻചാൻ. എൻ്റെ മോനെ ഫുൾ ടൈം TV കണ്ടിരുന്നാൽ പിന്നെ അത് സഹിക്കും. ഇവൻ വന്നാൽ പിന്നെ അടുക്കള മൊത്തം ഡേർട്ടി ആക്കി വെക്കും. ശമ്പുച്ചേട്ടാ വണ്ടി പോലീസ് പിടിച്ച് ചേട്ടാ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കണ്ടെടുത്തുണ്ടോ. അപ്പം നിനക്ക് എന്തായിരുന്നു? നീ വേണേ ചെയ്യും. അതൊക്കെ ഞാൻ ഇട്ടോളാം. പക്ഷേ എൻ്റെ മാസ്ക് ഒക്കെ എവിടെ ഇല്ലേ? ഉണ്ട്. ഒരു തൂവാലിട്ടിട്ട് ആരെങ്കിലും പോയാൽ പോരെ? ശരി ശമ്പുച്ചേട്ടാ. എന്താ ഇവിടെ ഒരു സീക്രട്ട് റൂം. ഇത് ഗൈസ്. അപ്പം നമുക്കൊന്ന് ഉടുപ്പൊക്കെ മാറിയിട്ട് പോവാം. എനിക്ക് സാറിനറിയാം ഞാൻ എപ്പോഴും എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്നും ചെയ്യുന്നില്ല. ആൻറ്റി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഷർട്ട് ഇത് കിട്ടുണ്ടോ? ഞാൻ കുറച്ചും കൂടി തെറ്റാം. ബാങ്ക് ഇതിരിക്കട്ടെ. നമ്മൾ ഒരു പൊട്ടനെ തന്നെ മനസ്സിലാക്കില്ല. അല്ലെങ്കിൽ വേണ്ട മൂടി അത് മതി. നമുക്ക് പോവാം. അപ്പം നമുക്ക് പോയി വണ്ടി എടുത്തിട്ട് വരാം. പ്ലീസ്. വണ്ടി ഇടിച്ചു അഗെയിൻ യു ഫക്ക്. പുറത്തു ഓക്കെ. മുമ്പോട്ട് ഓക്കെ ഗൈസ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നിനക്കൊന്ന് തന്തയിടണം. പക്ഷേ ചെയ്തില്ലെങ്കിൽ നിനക്കൊന്ന് തന്തയിടണം കുണ്ണാളെ. അമ്മോട്ടാണ് പോവാ ഗൈസ്. സീനായി അയാളെ വിളിച്ചു.
ഒന്നുമില്ല ഹവാറ്റായി നമ്മൾ പിടിക്കാൻ വരണം ഗൈസ്. നമ്മൾ ബാർഫൊക്കെ ഇട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ നമ്മളാണെന്ന് മനസ്സിലായി. കാർ എടുക്കുകയും ചെയ്തു. കാറിന് സ്പീഡുണ്ട്. ഒരു കാർ ചേസ് ആയാലോ. ഫുൾ സ്പീഡ് ഗെറ്റ് സ്പീഡ് ബാൻ ടു പേ. മോനെ വണ്ടി രക്ഷയില്ലോ. എന്താ സംഭവിച്ചോ? വണ്ടി ഇടിച്ചോ? വണ്ടി ഇടിച്ചിട്ട് കത്തി കയറിയോ? ഒരു രക്ഷയില്ല വണ്ടി. എൻ്റെ മോനെ കയ്യിലൊന്നും നിൽക്കുന്നില്ല. ഇതുണ്ടോ? കണ്ടോ വണ്ടി രക്ഷയില്ല. വണ്ടി ചുറ്റുമായിരുന്നു. ഈ ചുമ്മാ സത്തിനെന്നാ സൊല്ലണ്ട. മോനെ നിസ്സാനൊക്കെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ നിസ്സാൻ ഇതുവരെ തൊട്ടിട്ടില്ല. ആകെ ഞാൻ ഗോഡൗണിൽ കയറ്റിന് അത്രയും ദൂരം. ഷോറൂമിൽ ഗോഡൗൺ അത്രയേ ഉള്ളൂ. അതേപോലെ ഗോഡൗണിൽ നിന്നെല്ലാം എടുത്തായിരുന്നു. ഞാൻ ഓർഡർ ചെയ്യുമായിരുന്നേ. ഞാൻ തൊട്ടിട്ടുമില്ല വണ്ടി. നമുക്ക് കാട്ടിക്കൊടുക്കാം. കൊണ്ട് എനിക്ക് ലംബോർഗിനിക്ക് ചളക്കമുള്ളത് പോലെ തോന്നുന്നു ഗൈസ്. ഗ്രീൻ കളർ അടിച്ച ഞാനാ. അത് മോഡിഫിക്കേഷനാണ്. നമുക്ക് വണ്ടി എടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം. ദൂരം പോകും. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ടാറ്റ ബൈ ബൈ.